ഏതാണ്ട് 20 വർഷം മുമ്പുള്ള കാര്യമാണ്. 2005, 2006 കാലഘട്ടം. വിക്രമൻ അന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നാട്ടില് DVD ഷോപ്പുകളൊക്കെ സജീവമാണ്. ഇത്തരം ഷോപ്പുകളിൽ നിന്ന് സിനിമകളുടെ CDകളും DVDകളും ഒക്കെ വാടകയ്ക്ക് കിട്ടും. 10 രൂപയോ മറ്റോ ആണ് വാടക. ഇതൊക്കെ എടുത്ത് സിനിമ കാണുന്ന ഒരു രീതി അതൊക്കെയാണ് അന്നുള്ളത്. അതുപോലെ ഈ CD പ്ലെയറുകളും DVD പ്ലെയറുകളും ഒക്കെ വ്യാപകമായിട്ട് വിറ്റുപോകുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു ദിവസം വിക്രമൻ ഒരു DVD പ്ലെയർ വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പോയി. നിരവധി കമ്പനികളുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള DVD പ്ലെയറുകൾ അവിടെയുണ്ട്. അവയ്ക്കൊക്കെ 3 വർഷം മുതൽ 5 വർഷം വരെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് സെയിൽസ്മാൻ വിക്രമനോട് പറഞ്ഞു. ഇനി താരതമ്യേന വില കുറഞ്ഞ ചില DVD പ്ലെയറുകളും അവിടെ കാണാൻ സാധിച്ചു. അത് ബ്രാൻഡഡ് ഒന്നുമല്ല, അത് അസംബിൾ ചെയ്ത ഉൽപ്പന്നങ്ങളാണ്. അവയ്ക്ക് ഗ്യാരണ്ടി ഇല്ല, നോൺ ഗ്യാരണ്ടീഡ് ആണ്. അവ വാങ്ങി പിറ്റേ ദിവസം അടിച്ചു പോയാലും സഹിച്ചോണം, ആരോടും പറയാനൊന്നും പറ്റുകയില്ല. എന്നാൽ ചിലപ്പം കുറെ കാലം ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അത് വാങ്ങി കുറെ കാലം ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് താനും. ഏതായാലും നമ്മുടെ വിക്രമൻ റിസ്ക് എടുക്കാൻ വേണ്ടി ഒന്നും മെനക്കെട്ടില്ല. കൂടുതൽ പൈസ കൊടുത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു DVD പ്ലെയർ മേടിച്ചു. അപ്പൊ ഈ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടില് ഒരു ഇൻഷുറൻസ് ഏജന്റ് അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിക്രമന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഗ്യാരണ്ടീഡ് റിട്ടേൺ ലഭിക്കുന്ന ഏതോ ഒരു സ്കീമിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 2005, 2006 കാലഘട്ടത്തിലൊക്കെ 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തുകയാണ്. ഇപ്പൊ ഈ പോളിസിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് മച്ചുർ ആകുമ്പോൾ 10 ലക്ഷം രൂപ ലഭിക്കും എന്ന ഒരു വലിയ വാഗ്ദാനമാണ് ആ ഏജന്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 10 ലക്ഷം ഉറപ്പായിട്ടും കിട്ടുന്നതാണ്, ഗ്യാരണ്ടീഡ് ആണ് എന്ന കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പം വിക്രമനും തോന്നി, സംഗതി ഗ്യാരണ്ടീഡ് ആണല്ലോ, റിസ്ക് ഒന്നും ഇല്ലല്ലോ, ഇടുന്ന പണം നഷ്ടപ്പെട്ടു പോകില്ലല്ലോ. DVD പ്ലെയറിന്റെ കാര്യം പോലെ തന്നെ ഗ്യാരണ്ടീഡ് റിട്ടേൺ ലഭിക്കുന്ന സ്കീമിൽ തന്നെ ചേർന്നേക്കാം എന്ന് വിക്രമനും വിചാരിച്ചു. അങ്ങനെ ആ ഒരു പോളിസി അന്ന് എടുത്തു. ആ സമയത്തൊക്കെ അന്നത്തെ നിലയ്ക്ക് അത്യാവശ്യം നല്ല തുകയായിരുന്നു ഈ പോളിസിയിലേക്ക് അടയ്ക്കേണ്ടി വന്നിരുന്നത്. ഇന്നിപ്പോ 2026. വിക്രമന് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. 2030 ലഭിക്കാൻ വേണ്ടി പോകുന്ന ആ 10 ലക്ഷം രൂപയ്ക്ക് അന്നത്തെ 2005, 2006 കാലഘട്ടത്തിലെ 1 ലക്ഷം പോയിട്ട് 50,000-ന്റെ പോലും മൂല്യമില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് വിക്രമന് ബോധ്യമാകുന്നത്. അന്ന് 10 ലക്ഷം എന്ന എമൗണ്ട് കേട്ടപ്പോൾ എക്സൈറ്റഡ് ആയിപ്പോയി. മാത്രവുമല്ല ഒരു കാര്യം കൂടെ ബോധ്യമായി, ഇതുവരെ അടച്ച തുകയ്ക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ഗ്രോത്ത് പോലും വരുന്നില്ല. അന്ന് ആ ഒരു ഏജന്റ് ഓരോ വർഷവും എത്ര ശതമാനമാണ് ഇതിന് ഗ്രോത്ത് ഉണ്ടാവുക എന്ന കാര്യം സമർത്ഥമായി ഒളിപ്പിച്ചിട്ട് ഭാവിയിൽ ലഭിക്കാൻ വേണ്ടി പോകുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ നിരത്തി ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന ആയുധം കൂടി ഉപയോഗിച്ച് മാർക്കറ്റിംഗ് വിദഗ്ധമായിട്ട് ചെയ്തു. ഇത് വിക്രമന്റെ മാത്രം അവസ്ഥയല്ല കേട്ടോ, നമ്മളിൽ പലരും അങ്ങനെയാണ്. ഗ്യാരണ്ടീഡ് റിട്ടേൺ ലഭിക്കുന്ന നിക്ഷേപം എന്ന് കേൾക്കുമ്പോൾ അതാണ് ഏറ്റവും മികച്ചത് എന്നൊരു തോന്നല് ഉള്ളിൽ അറിയാതെ അങ്ങോട്ട് ഉണ്ടായി പോവാണ്. പിന്നെ നമ്മുടെ ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരുപാട് ഫിനാൻഷ്യൽ സ്കാമുകൾ കണ്ടു വളർന്ന നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ താനും. ഗ്യാരണ്ടീഡ് റിട്ടേൺ ലഭിക്കാത്ത നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു DVD പ്ലെയർ, അസംബിൾ ചെയ്ത സാധനം, ഏത് നിമിഷം വേണമെങ്കിലും അടിച്ചു പോയേക്കാവുന്ന സാധനം, അതുപോലെ എന്തോ ആണെന്നൊരു ധാരണ ആൾക്കാരുടെ മനസ്സിലേക്ക് വരികയാണ്. ശരിക്കും എന്താണ് ഈ ഗ്യാരണ്ടീഡ് റിട്ടേൺ ലഭിക്കുന്ന നിക്ഷേപങ്ങൾ? ഇവിടെ ഇത്രയേ ഉള്ളൂ. ലഭിക്കാൻ പോകുന്ന റിട്ടേൺ എത്രയാണെന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന നിക്ഷേപ ഇടങ്ങൾ, അതാണ് ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു എമൗണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ എത്രയാണ് കിട്ടാൻ പോകുന്ന റിട്ടേൺ, എത്ര ശതമാനം പലിശയാണ് കിട്ടുക എന്ന കാര്യം മുൻകൂട്ടി അറിയാമല്ലേ? അപ്പോൾ ഇത് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. ഇതേപോലെ തന്നെയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ബാങ്കിലെ മറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അതുപോലെ മാർക്കറ്റ് ലിങ്ക്ഡ് അല്ലാത്ത ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ, ഇവയുടെയൊക്കെ കാര്യം. ഇവയിൽ നിന്ന് എത്ര കിട്ടും എന്നുള്ള കാര്യം മുൻകൂട്ടി തന്നെ പറഞ്ഞു തരുന്നുണ്ട്.
പക്ഷേ ഈ ഗ്യാരണ്ടീഡ് റിട്ടേൺ ലഭിക്കാത്ത നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ അസംബിൾ ചെയ്ത ഏത് നിമിഷവും അടിച്ചു പോയേക്കാവുന്ന DVD പ്ലെയർ പോലത്തെ ഒരു സംഗതി അല്ല കേട്ടോ. അവിടെ ഇത്രയേ ഉള്ളൂ പ്രശ്നം. എത്രയാണ് റിട്ടേൺ ലഭിക്കുക എന്ന കാര്യം മുൻകൂട്ടി കൃത്യമായിട്ട് പറയാൻ ആർക്കും സാധിക്കില്ല. അത് മാർക്കറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. സ്റ്റോക്ക് മാർക്കറ്റും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും മാത്രമല്ല കേട്ടോ ഈ ഒരു കാറ്റഗറിയിൽ വരിക. റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ, ഇതെല്ലാം ഈ കാറ്റഗറിയാണ്. അപ്പോൾ പലർക്കും സംശയം വന്നു, സ്വർണം എന്ന് പറയുമ്പോൾ നോൺ ഗ്യാരണ്ടീഡ് ആണോ? തീർച്ചയായിട്ടും അതെ. എന്താ കാര്യം? ഇപ്പം നിങ്ങൾ 10 ലക്ഷം രൂപ മുടക്കി സ്വർണം മേടിച്ചെന്ന് വിചാരിക്കുക ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. 5 വർഷം കഴിയുമ്പോൾ ആ 10 ലക്ഷം എത്രയായി മാറും എന്നുള്ള കാര്യം ഇപ്പം പറയാൻ പറ്റുമോ കൃത്യമായിട്ട്? പറ്റുകയില്ലല്ലോ. വളരുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഉറപ്പായിട്ടും ഗ്രോത്ത് കിട്ടുമെന്നറിയാം അല്ലേ? പക്ഷെ എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വർണം എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇവിടെ സ്വർണത്തിന്റെ മാർക്കറ്റാണ് എത്രയാണ് റിട്ടേൺ ലഭിക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും ഒക്കെ. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഇങ്ങനെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള നിക്ഷേപ ഇടങ്ങൾ, അതാണല്ലോ ഈ നോൺ ഗ്യാരണ്ടീഡ്. ഇതെല്ലാം ലോങ് ടൈമിലേക്ക് നിക്ഷേപം നടത്തേണ്ട ഇടങ്ങളാണ്, അല്ലാതെ ഷോർട്ട് ടൈമിലേക്കുള്ള പണം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയുള്ള ഇടമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാരണ്ടീഡ് റിട്ടേൺ സ്കീമുകൾ അത് ഏതും ആയിക്കൊള്ളട്ടെ, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്, SB അക്കൗണ്ട്, RD, നമ്മൾ നേരത്തെ പറഞ്ഞേക്കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ, ഇതൊക്കെ സംഗതി ഗ്യാരണ്ടീഡ് റിട്ടേൺ നൽകുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ലഭിക്കുന്ന ആദായം വളരെ വളരെ കുറവാണ്. ഒരിക്കലും ഗ്യാരണ്ടീഡ് റിട്ടേൺ ലഭിക്കുന്ന ഒരു സ്കീമിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത്തരം സ്കീമുകൾ മോശമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ലോങ് ടൈമിലേക്ക് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇടമല്ല ഇത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.